സൗവർണിക, കേരളത്തിലിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ കേരളത്തിൽ BJP ഇനി എന്ത് തന്ത്രം പയറ്റിയാണ് കേരളം, അതായത് ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, ഈ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാടും കേരളവും ഒഴികെ ബാക്കി ഏകദേശം എല്ലായിടത്തും BJPയുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോ ഈ BJPക്ക് ഒരു തരത്തിലും വഴങ്ങാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അതിൽ തമിഴ്നാട്ടില് മുരുക സംഗമം തുടങ്ങിയ, അതായത് വിശ്വാസത്തെയാണ് BJP ഏറ്റവും അധികം ആൾക്കാരെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ എളുപ്പമുള്ളൊരു ഘടകമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വെച്ച് രാമക്ഷേത്രം, ബീഹാറിൽ ഇനിയിപ്പോ സീതാക്ഷേത്രം, ഇതാണല്ലോ ഇവര് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, അപ്പോ ഈ കേരളത്തിലുള്ള ജനങ്ങൾ പൊതുവെ അവർ വിശ്വാസികൾ ആണ് എങ്കിൽ പോലും അവരെ ഒരു ശാസ്ത്രീയ ബോധമാണ് നയിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോ BJP ഒരു പരിധിവരെ കേരളത്തിൽ വിശ്വാസികളുടെ ആ ഒരു വികാരത്തെ ചൂഷണം ചെയ്യാൻ അവർ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ BJP ഈ കേരളത്തിൽ ഇനി എന്ത് തന്ത്രങ്ങളാണ് പയറ്റുന്നത് എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യം തന്നെയാണ്. അതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ് BJPയുടെയും RSSന്റെയും ഒരു അജണ്ട എന്നത് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അതിനി ഈ ഒരു സമയത്ത് BJP അതൊന്നും അല്ല, മതേതരത്വത്തിൽ ഊന്നുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പിന്നിലെ തന്ത്രമാണ് അതെന്നുള്ളത്, അത് എന്തിന്റെ തന്ത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ എപ്പോഴും ഒരു കൈ അകലത്ത് മാത്രം നിർത്തുന്ന ഒരു നടപടിയാണ് BJP എന്നും കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ വാദിക്കുമ്പോഴും BJP അത് ഉത്തരേന്ത്യയിലൊക്കെ അവിടെ ഒരുപാട് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഏരിയയിൽ, അല്ലെങ്കിൽ ഏതായാലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോലും BJP ജയിച്ചു വന്നത് ഇവരുടെ വോട്ട് കൊണ്ടാണല്ലോ എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇവർ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുണ്ട്. BJPയുടെ ഉന്നത തലത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും നമ്മുടെ കേരളത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന പല BJP വിശ്വാസികളും അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ന്യൂനപക്ഷങ്ങൾ എന്തോ ശത്രുക്കളാണ് എന്ന ഒരു മട്ടിലാണ്. അപ്പോ ഈ ഇടയ്ക്ക് ഒരു ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് കോംപ്രമൈസ് ചെയ്യാൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ഈ കേരളത്തിലെ തന്നെ പല BJP പ്രവർത്തകരും രാജീവ് ചന്ദ്രശേഖറിന് എതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്നത് BJPയുടെ ആ ഒരു അജണ്ട തന്നെയാണ്. അവർ ഒരിക്കലും ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കാത്തവരാണ് BJPക്കാർ എന്ന ഒരു സാധനം പുറത്തു കൊണ്ടുവന്നതായിരുന്നു ആ സംഭവങ്ങൾ. കാരണം പ്രകടമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇവിടെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ അവർ ഈ BJP ഇവിടെ ന്യൂനപക്ഷ കൺവെൻഷനുകൾ, സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ മുസ്ലിം, അതായത് ന്യൂനപക്ഷത്തിലുള്ളവർ, പ്രത്യേകിച്ച് ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെല്ലാം BJPയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോ മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടാത്തത്, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് അവർ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത് വിടാത്തത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വോട്ട് കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നു. ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ അത് ഈ കേരളത്തിലെ BJPക്കാർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു നയം BJP കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ BJPക്കാർ BJPയെ സപ്പോർട്ട് ചെയ്യുമോ? അവർക്ക് ഉള്ളിൽ ഒരു അവരത് അംഗീകരിക്കില്ല ഒരിക്കലും. എനിക്ക് അങ്ങനെയാണ്. സൗവർണ്ണയുടെ അനുഭവം എന്താണ് ചേച്ചി? ഇതിന്റെ അകത്ത് എല്ലാ സമയത്തും BJP വോട്ട് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ വോട്ടാക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെക്കുന്നത് വിശ്വാസികളെ ഒപ്പം കൂട്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ചേച്ചി പറഞ്ഞ പോലെ അവര് ന്യൂനപക്ഷങ്ങളെ തഴയുകയും ഹിന്ദുക്കളെ ഒപ്പം നിർത്തിയിട്ട്, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും BJP അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം BJPക്ക് ആവശ്യം ഹിന്ദു രാഷ്ട്രമാണ്. അവർ വിഭാവനം ചെയ്യാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നതെല്ലാം ഹിന്ദു രാഷ്ട്രത്തെ പറ്റിയാണ്, അല്ലാതെ ഒരു മതേതര രാഷ്ട്രത്തെ പറ്റിയല്ല. അവർക്കൊരിക്കലും ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. അത് വാസ്തവമാണ്. നമുക്കറിയാം. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്താല് കേരളത്തിൽ ഒരിക്കലും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം BJP ഇപ്പൊ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ബാക്കി എല്ലായിടത്തും BJP അധികാരം പിടിക്കുമ്പോഴും കേരളം BJPക്ക് ഒരു തലവേദന തന്നെയാണ്. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇപ്പോ BJPയുടെ വോട്ട് നില നമ്മൾ നോക്കുമ്പോൾ അത് കൂടിയത് എങ്ങനെയാണ്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഉത്തരവ് വരുമ്പോൾ, സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ
നിമിഷത്തിൽ പോലും BJP-യുടെ മുതിർന്ന നേതാക്കളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടിലായിരുന്നു, ആ ഒരു മാനസിക നിലയിലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അതെല്ലാം മാറി മറിഞ്ഞ് അതെന്തുകൊണ്ടാണ് വിശ്വാസിക്കൊപ്പം എങ്ങനെ അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കണമെന്ന കാര്യം അവർ ചിന്തിച്ചു. അതിന്റേതായ ബെനിഫിറ്റ് BJP-ക്ക് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു വിഷയത്തോടു കൂടിയാണ് കേരളത്തിൽ BJP-ക്ക് ചെറിയൊരു വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതെന്താണ്, അയ്യപ്പനെ വെച്ച് അയ്യപ്പനെ ഒപ്പം നിർത്തിയാൽ വോട്ടാകുമെന്ന് ഉറപ്പ് വന്നത് കൊണ്ടാണ് ഇപ്പൊ ഇടത് സർക്കാർ രണ്ടാമത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഇനിയിപ്പോ ഉള്ളത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട്, ഇപ്പൊ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ട് BJP-ക്ക് എന്നല്ല കോൺഗ്രസിനായാലും ഇടത് മുന്നണിക്കായാലും ജയിക്കാൻ കഴിയില്ല. ഏതൊരു വിധേനയും ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിയേ പറ്റൂ. അതായത് ചില സൗഹൃദ സംഭാഷണങ്ങളിൽ ചില BJP-ക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ന്യൂനപക്ഷ വിരോധം അവരുടെ ചില സംസാരങ്ങളിൽ വരുമ്പോൾ ഞാൻ സ്ഥിരമായി എല്ലാ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ ചോദിക്കും, മുസ്ലിം ആരാധനാലയത്തിൽ കയറാൻ പറ്റുമോ എന്ന്. തിരുവനന്തപുരത്ത് ഭീമാവള്ളിയിൽ കയറാൻ പറ്റും, പിന്നെ അതുപോലെ ആറ്റിങ്ങൽ ഭാഗത്തുള്ള കടുവാപ്പള്ളിയിൽ കയറാൻ പറ്റും. അപ്പൊ അങ്ങനെ കയറാൻ പറ്റുന്ന ചില ആരാധനാലയം അവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ നമുക്കെന്താണ്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്താണോ ഒരു പോസിറ്റിവിറ്റി ഉള്ളത്, ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഒരു അർത്ഥം. നമുക്ക് അവിടെ നിന്ന് പോസിറ്റിവിറ്റി ലഭിക്കണം. അതിന് ഏത് വിശ്വാസിയുടെ ഏത് മതവിശ്വാസിയുടെ ആയാലും ഒരുപോലെ. അപ്പോൾ ചില BJP സുഹൃത്തുക്കൾ എന്നെ വിമർശിക്കാറുണ്ടായിരുന്നു, എന്തിനാണ് അന്യമതസ്ഥരുടെ പോകുന്നത്, എനിക്ക് എല്ലാ മതവും ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പാടുള്ളതല്ല എന്നൊരു രീതിയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് ആധിപത്യം, ചേച്ചി അവർക്ക് ന്യൂനപക്ഷങ്ങളെ അവർക്ക് അംഗീകരിക്കാനാകില്ല, പക്ഷേ ന്ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അവർക്ക്, അത് ഇപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള തന്ത്രങ്ങളുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതിലുപരി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടെ വേണം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ മെനയുന്നത്. ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ ഇവരൊപ്പം നിർത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവര് വിജയിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, പിന്നീട് ഇവര് ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു BJP ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ഇനി 2 ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകളുണ്ടെന്ന് നോക്കട്ടെ, സംസാരിച്ച് ഇവരിവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ അവര് വളരെ ചേച്ചി തമാശയല്ല, കേരളത്തിൽ തന്നെ വളരെ നെഗറ്റീവായിട്ട് പറയും. അതുവരെ ചിലപ്പോ നമ്മൾ ചിന്തിക്കും ഇത്രയും സമയം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ്. എനിക്ക് തോന്നുന്നു എന്താണ് അവരുടെ ഉള്ളിൽ അത് അങ്ങനെയാണ്. ഇനിയിപ്പോ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി അവർ വിജയിച്ചാൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ എന്താണ്, കേക്കുമായിട്ട് പള്ളിയിലേക്ക് പോകുന്നു, BJP-ക്കാര് പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. അതായത് ഈ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതെല്ലാം BJP-യുടെ, അതിനെ ഞാനൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അത് ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ ജീവിതം സുരക്ഷയാക്കുന്നതിന് വേണ്ടി എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അല്ല ചേച്ചി, ഞാനൊരു കഴിഞ്ഞോട്ടെ, ഇപ്പൊ BJP അധികാരത്തിൽ വന്നിരിക്കട്ടെ കേരളത്തില്, അവര് ന്യൂനപക്ഷങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ BJP ഇപ്പോൾ വാദിക്കുന്നത് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി തെരഞ്ഞെടുത്തയക്കൂ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവരുണ്ടാകും എന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒരു ചോദ്യം, ഒരു സംശയം ചോദിക്കാം. ഇപ്പോ എന്താ, ഈക്വൽ ആയിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഈക്വൽ ആണ് അവിടെ വോട്ട്. BJP-ക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയും വരുന്നു, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും വരുന്നു, ആരെ പരിഗണിക്കും? അതെ, BJP-യുടെ ഒരു അജണ്ട തന്നെ ഹൈന്ദവതയിൽ മുൻനിർത്തിയുള്ളതാണ്. ഇപ്പൊ BJP-യുടെ ഉയർന്ന തലം, അതായത് അധികാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. പക്ഷെ കേരളത്തിലുള്ള BJP പ്രവർത്തകർ ഇതിനെ എത്രത്തോളം അംഗീകരിക്കില്ല, എത്രത്തോളം സ്വാഗതം ചെയ്യും എന്നത് ഇവിടെ വലിയൊരു ചോദ്യമാണെന്ന കാര്യം BJP മറക്കരുതെന്നാണ് പറയാനുള്ളത്.